ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും മനോഹരമായ നല്ല ഒരു പ്രഭാതം കാണുവാൻ, ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ നല്ലൊരു അവസരം ലഭിച്ച നല്ല നാഥന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ഒരവസരം നമുക്ക് ലഭിച്ചതിനെ ഓർത്തും ഒപ്പം പ്രേക്ഷകരായ നിങ്ങൾ ഏവരെയും ഈ പ്രഭാതത്തെ ആതിരേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒരു പ്രധാന കർത്തവ്യം. ഇനി വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യമാണ്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എഴുതുക, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ഓരോ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, പ്രവചനാത്മകമായ രേഖകളെ കുറിച്ചും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന വെളിപാടുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കാരണം നിയമവിരുദ്ധമായി സുവിശേഷം പ്രസംഗിച്ചതിന് 1660 മുതൽ 1670 വരെ ജോൺ ബെന്യൻ ബെഡ്ഫോർഡ് കൗണ്ടി ഹാളിൽ അദ്ദേഹം താമസിച്ചു. ആ സമയത്ത് അദ്ദേഹം ഒഴിവാക്കാൻ കഴിയാത്ത ക്രിസ്തീയ രൂപകഥയായി തീർന്ന പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം എഴുതുവാൻ അത് ആരംഭിച്ചു. അപ്പോൾ ഒരു ആത്മപ്രചോദനമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഒരുവൻ ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ മകനോ മകളോ ദൈവ പൈതങ്ങളോ ഒരുപക്ഷെ പീഡിതരാകാൻ സാധ്യത ഉണ്ട്. എങ്കിൽ ആ പീഡിത കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ കഴിയുന്ന ദൈവത്തിന്റെ മകനോ മകൾക്ക് പരിശുദ്ധാത്മാവ് ഉൾപ്രേരണ നൽകുന്ന ദർശനങ്ങൾ പുസ്തകത്തിലൂടെ എഴുതുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്ന വിധത്തിൽ നാം എത്തിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസം യാഥാർത്ഥ്യമായി തീരുന്നത്. ഇവിടെ ജയിലിൽ വെച്ച് വെളിപാട് പുസ്തകം എഴുതുവാനുള്ളതായ ബൃഹത്തായ ഉത്തരവാദിത്വം ദൈവം അപ്പോസ്തലനായ യോഹന്നാനെ ഏൽപ്പിച്ചു. എന്നിരുന്നാലും മറ്റൊരർത്ഥത്തിൽ യോഹന്നാന്റെ ചുമതല നേരായിരുന്നു. കാരണം താൻ സാക്ഷ്യം വഹിച്ച കാര്യങ്ങൾ, അതായത് ദൈവം അവന് ദർശനത്തിൽ കൊടുത്തതായ കാര്യങ്ങൾ എഴുതുക മാത്രമാണ് ഉണ്ടായത്. മാത്രമല്ല, വേദപുസ്തകം ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം 18 നമ്മൾ വായിക്കുമ്പോൾ, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ എഴുന്നേൽപ്പിച്ചു, എന്റെ വചനങ്ങളെ അവരുടെ നാവിന്മേലാക്കും, ഞാൻ അവരോട് കൽപ്പിക്കുന്ന ഒക്കെയും അവൻ അവരോട് പറയും. പുസ്തകം എഴുതുന്ന വ്യക്തിയായിരുന്നാലും പ്രസംഗിക്കുന്നതായ ഒരാളായിരുന്നാലും ദൈവം കൊടുക്കുന്ന വാക്കുകളും ദർശനങ്ങളുമാണ് അത് മറ്റുള്ളവരുടെ മേൽ എന്ത് ചെയ്യണം? അറിയിക്കുക, പറയുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ വെളിപ്പെടുത്തുക, ദൈവത്തെക്കുറിച്ച് പറയുക, അത് എന്റെയും നിങ്ങളുടെയും വലിയൊരു ഉത്തരവാദിത്തമാണ്. അതാണ് യോഹന്നാനിലൂടെ യേശുക്രിസ്തുവിന്റെ ചരിത്ര സംഭവങ്ങളെ കുറിച്ചും ഇല്ല വെളിപ്പെടാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കാരണമായിരുന്നു. ഇന്നത്തെ വാക്യം നമ്മൾ ചിന്തിച്ചുവല്ലോ, വെളിപാട് പുസ്തകം എങ്ങനെ മനസ്സിലാക്കുക എന്നതിന്റെ ഒരു പ്രധാന താക്കോലുകളുടെ നമുക്ക് നൽകുന്നു. ബൈബിളിലെ ഈ അവസാന പുസ്തകത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും എന്നാൽ അതിന്റെ വിമർശകന്മായ സത്യങ്ങളിൽ നിന്ന് വഴിതെറ്റുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന വെളിപാട് പരിശുദ്ധാത്മാവിടെ ലഭ്യമാകും. ആ പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ സത്യം ലോകത്തോട് മനുഷ്യരിലേക്ക് അറിയിക്കാനിടയായിട്ടുള്ളത്. അതിന് ഒരുപക്ഷെ ഞാനും നിങ്ങളും അതിന്റെ ഭാവിപുത്രന്മാരായി തീരാം. അതിന് ഒരേ ഒരു കാര്യം, പ്രവചനാത്മ രേഖകളിൽ നാം പൂർണ്ണമായി വിശ്വസിക്കണം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊന്ന്, വെളിപാട് പുസ്തകത്തിലെ എല്ലാ സംഭവങ്ങളും യോഹന്നാന്റെ ജീവിതകാലം നടന്നു എന്ന മുൻകാല വീക്ഷണം സ്വീകരിക്കുന്നവരുണ്ട്. എന്നാൽ വീണ്ടും ബൈബിൾ ഈ വീക്ഷണത്തിന് വിരുദ്ധമാണ്. കാരണം ഇന്നത്തെ വാക്യത്തിൽ കാണുന്ന പോലെ ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നത് എഴുതുക എന്നുള്ളതാണ്.
എന്ന് യോഹന്നാനോട് പറഞ്ഞു. അതായത് യോഹന്നാന് ശേഷമുള്ള തലമുറകൾക്ക് വെളിപാട് പ്രശസ്തമായിരിക്കുമെന്നാണ്. ഈ വാക്യം സ്വീകരിക്കുന്നത് ചരിത്രവാദം എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ രീതിയാണ്. കാരണം വെളിപാടിലെ ഈ പ്രവചനങ്ങൾ ചരിത്രത്തിന്റെ കാലഘട്ടങ്ങളിലൂടെയുള്ളതായ രൂപരേഖകളാണ്. ഇതിലൂടെ മനസ്സിലാക്കുന്നതായ ഒരു ദൈവ പൈതൽ തികച്ചും വിശ്വാസത്തിൽ അവന് ഉറച്ച് നിൽക്കുവാൻ തക്കണം സാധിക്കും. വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച്, നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് എഴുതുക എന്ന് വേദപുസ്തകത്തിലൂടെ യോഹന്നാനോട് പറയുമ്പോൾ ആ യോഹന്നാൻ എഴുതി നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച്. എന്തിനാ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് നമ്മളെ അറിയിച്ചിരിക്കുന്നത്? നാം ദൈവ പൈതലായിരിക്കുന്നതായ ഈ നിമിഷങ്ങളിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, കുറവുകൾ ഏറ്റുപറഞ്ഞു യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനം. മാത്രമല്ല, വരുവാനിരിക്കുന്നതായ സംഭവങ്ങളിൽ ഉറപ്പുള്ളവരായും വിശ്വസ്തരായും നിലനിൽക്കണം എന്നുള്ളതാണ് ഈ പ്രവചനത്തിന്റെ യഥാർത്ഥമായ അന്തസത്ത. അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ പ്രകാരം ജീവിക്കാൻ കഴിയും, അതിൽ പ്രകാരം പ്രവർത്തിക്കാൻ കഴിയും, അതിൽ പ്രകാരം ലോകത്തോട് പ്രസംഗിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, പ്രേക്ഷകരായ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു പ്രധാനമായൊരു കർത്തവ്യമുണ്ട്. ദൈവിക ദർശനം ഏറ്റെടുക്കുക, അത് പ്രാപിക്കുക, എഴുതേണ്ടതാ ഒരുപക്ഷെ എഴുതുക, പ്രസംഗിക്കേണ്ടത് നമ്മൾ പ്രസംഗിക്കുക, വരുവാനുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് നാം എന്ത് ചെയ്യണം? അറിയിക്കുക. അത് അറിയിക്കുമ്പോഴാണ് അവർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇതൊരു മാനസാന്തര അനുഭവമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യം ഒരു മാനസാന്തര അനുഭവമാണ്. അതുകൊണ്ട് കർത്താവെ, തുടക്കം മുതൽ അവസാനം വരെ അറിയുന്നവനെ, നീ യോഹന്നാൻ നൽകിയ ദൂതുകൾ ഇന്നും എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ പ്രവഹിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിൽ പ്രേക്ഷകരായി ഞങ്ങൾ ഒരുമിച്ച് വെളിപാട് പുസ്തകത്തിലെ പ്രവചനാത്മരേഖകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇരിപ്പാൻ അവസരങ്ങൾ ഒരുക്കിയ നല്ല നാഥന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവ പ്രധാനപ്പെട്ട ഒരു വലിയ കർത്തവ്യം യോഹന്നാനെ യേശുക്രിസ്തു ഏൽപ്പിച്ചതുപോലെ നമ്മയും ഒരു വലിയ കർത്തവ്യം ഏൽപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ നൽകിയതായ ആ പ്രവചനാത്മകൾ നാം മറ്റുള്ളവർ പ്രസംഗിക്കുവാനും അത് നാം സ്വയം മനസ്സിലാക്കുവാനും ദൈവത്തിന് വേണ്ടി ഒരുങ്ങുവാനും ഞങ്ങളെ ഇപ്രകാരം സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.